ഹലോ, ഞാൻ സുരേഷ് കെ എസ്. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ക്യാബിൻ്റെ രണ്ടാം ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ രണ്ടാം ഭാഗത്തിൽ നാം നമ്മളുടെ ക്യാബിൻ്റെ അകത്തുള്ള കിച്ചണിലും ബാത്റൂമിലുള്ള ഫിക്സ്ചേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫിക്സ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കിച്ചണിലാകുമ്പോൾ സ്റ്റൗ, റെഫ്രിജറേറ്റർ, സിങ്ക് എന്നിവയും, ബാത്റൂമിൽ സിങ്ക്, ഷവർ, ടോയ്ലറ്റ് എന്നിവയും. ഇതാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ബാത്റൂം ഫിക്സ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബാത്റൂം ആദ്യം സൂം ചെയ്യാം. സൂം വിൻഡോ സൂം ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ബാത്റൂം ഷവർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ലൈൻ കമാൻഡ് എടുക്കുക. ഈ കോർണറിൽ ട്രാക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 4 അടി ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യുക. എൻ്റർ ചെയ്യുക. അവിടെ നിന്ന് 2 അടി നീളത്തിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. 2 അടി. എൻ്റർ ചെയ്യുക. ഇനി ലൈൻ കമാൻഡ് എടുക്കുക. ഈ കോർണറിൽ തന്നെ ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യുക. അവിടെ 4 അടി ട്രാക്ക് ചെയ്യുക. ശേഷം ഇവിടെ 2 അടി 6 ഇഞ്ചിലേക്കുള്ള ലൈൻ വരയ്ക്കുക. 2 അടി 6 ഇഞ്ചിലേക്കുള്ള ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈനിനോട് നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഷവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഒരു സിങ്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് സിങ്ക്, ഈ കോർണറിൽ നിന്ന്. അത് നമ്മൾ ട്രാക്ക് ചെയ്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ 2 അടി 6 ഇഞ്ച് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യുക. ലൈൻ കമാൻഡ് എടുത്ത് ഇങ്ങനെ 2 അടി 6 ഇഞ്ച് ട്രാക്ക് ചെയ്യുക. എന്നിട്ട് 1 അടി 6 ഇഞ്ചിലേക്കുള്ള ലൈൻ വരയ്ക്കുക. 1 അടി 6 ഇഞ്ചിലേക്ക് 1 അടി 6 ഇഞ്ചിലേക്കുള്ള ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈൻ നമ്മുടെ പെർപെൻഡിക്കുലർ, ഈ വോളിൻ്റെ പെർപെൻഡിക്കുലറിൽ യോജിപ്പിക്കുക. ഇപ്പോൾ ഈ സിങ്കിൻ്റെ സ്ലാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അകത്ത് നമുക്ക് സിങ്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ കമാൻഡ് എടുക്കുകയാണ്. എലിപ്സ് കമാൻഡാണ് ഉപയോഗിക്കുന്നത്. എലിപ്സിൽ നമ്മൾ സെൻറ്റർ എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുന്നത്. എലിപ്സിൻ്റെ സെൻറ്റർ കമാൻഡ്. അപ്പോൾ സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ഓഫ് എലിപ്സ് എന്നുള്ളയിടത്ത് നമുക്ക് ഈ മിഡ് പോയിന്റും ട്രാക്ക് ചെയ്യുമ്പോൾ ഈ മിഡ് പോയിന്റും ഈ സെൻറ്റർ പോയിന്റ് കിട്ടും. ഈ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എൻഡ് പോയിന്റ് ഓഫ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ 10 ഇഞ്ച് സെലക്ട് ചെയ്യുക. 10. എൻ്റർ. ഇനി ഡിസ്റ്റൻസ് ഓഫ് അതർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് 6 ഇഞ്ച് സെലക്ട് ചെയ്യാം. 6. അപ്പോൾ നമ്മളതും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സിങ്കും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് ഇവിടെ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഷവറിൻ്റെയും ഈ വോളിൻ്റെ എൻഡിൽ നിന്നും ഇതിൻ്റെ നടുവിലായിരിക്കണം ടോയ്ലറ്റ് വരേണ്ടത്. പക്ഷേ നടുവിൽ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം സെൻറ്റർ പോയിന്റ് ഇല്ല. നടുവിൽ മിഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നില്ല. അതൊരു കാര്യം. പിന്നെ ഈ ടോയ്ലറ്റ് ഈ ഇന്നർ വാളിൽ നിന്ന് 1 ഇഞ്ച് അകലെ ആയിരിക്കണം. അപ്പം നമുക്ക് ഈ ഇന്നർ വാളിൽ നിന്ന് 1 ഇഞ്ച് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. 1. എൻ്റർ. സെലക്ട് ചെയ്യുക. ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജ് ട്രിം, ഇവിടെ കട്ടിങ് എഡ്ജ് വെച്ച് നമുക്ക് ട്രിം ചെയ്യാം. ട്രിമിൻ്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എൻ്റർ. നമുക്ക് ഈ ഭാഗം ട്രിം ചെയ്ത് കളയാം. ഇപ്പോൾ ഓഫ്സെറ്റ് ചെയ്ത ഈ ലൈനിൻ്റെ ഈ ഭാഗം ട്രിം ചെയ്ത് കളയാം. ഇപ്പം നമുക്ക് ഇതിന് മിഡ് പോയിന്റ് കിട്ടും. ഇതിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടും. ഇനി അതവിടെ അങ്ങനെ ചെയ്യട്ടെ. നമുക്കിനി ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ ഉപയോഗിച്ചാണ്. നമ്മളിവിടെ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഫസ്റ്റ് കോർണർ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇനി സെക്കൻഡ് കോർണർ പോയിന്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് 9 ഇഞ്ച് മൈനസ് 20 ഇഞ്ചിലാണ്. 9 ഇഞ്ച് മൈനസ് 20 ഇഞ്ച്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കിവിടെ ഇങ്ങോട്ട് ഈ മിഡ് പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ മൂവ് കമാൻഡ് ഉപയോഗിക്കാം. M ആണ് ഷോർട്ട്കട്ട്. അല്ലെങ്കിൽ മൂവ് കമാൻഡ് നമുക്ക് ഇവിടെ ഉണ്ട്, മൂവ് ഉണ്ട്. ഈ മൂവ് കമാൻഡ് എടുത്താലും മതിയാവും. എടുക്കുക, ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം ബേസ് പോയിന്റ് ആയിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ഈ മിഡ് പോയിന്റ് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ മിഡ് പോയിന്റ് എടുക്കുക. ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് അവിടെ ഇനി നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല. അപ്പം നമ്മളത് എറേസ് ചെയ്ത് കളയുക. എറേസിൻ്റെ ഷോർട്ട്കട്ട് E ആണ്. എൻ്റർ. ഈ ലൈൻ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അത് എറേസ് ചെയ്ത് പോയി. ഇനി ടോയ്ലറ്റിൻ്റെ ബാക്കി ഭാഗം അതും എലിപ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ആക്കുന്നത്. എലിപ്സിലെ നമ്മൾ എൻഡ് ആക്സിസ് എന്നുള്ള ഈ കമാൻഡാണ് ഉപയോഗിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് നമുക്ക് ഈ മിഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി അതർ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് 1 അടി 6 ഇഞ്ചാണ്. അപ്പോൾ 1 അടി 6 ഇഞ്ചിലേക്ക് അതർ എൻഡ് പോയിന്റ് ചെയ്യും. ഇനി ഡിസ്റ്റൻസ് ടു അതർ ആക്സിസ്, ഈ അതർ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് 6 ഇഞ്ചാണ്. 6 സെലക്ട് ചെയ്ത് എൻ്റർ. അപ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്ത് കിച്ചണിൻ്റെ ഭാഗത്തുള്ള ഫിക്സ്ചേഴ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം. സ്റ്റൗ, റെഫ്രിജറേറ്റർ, സിങ്ക്, ഇതൊക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഈ കിച്ചൺ സ്ലാബ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഓഫ്സെറ്റ് ചെയ്യണം. ഈ ലൈൻ നമുക്ക് ഈ ഇന്നർ വാളിൻ്റെ ഈ ലൈൻ നമുക്ക് 3 അടി ആദ്യം ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ അത് 9 അടി 10 ഇഞ്ചിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. O ആണ് ഷോർട്ട്കട്ട്, അല്ലെങ്കിൽ ഇതെടുക്കുക. 3 അടി, 3 എൻ്റർ. സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇനി അത് ആ ലൈൻ തന്നെ 9 അടി 10 ഇഞ്ചിലേക്ക് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. 9 അടി 10 ഇഞ്ചിലേക്ക് നമുക്കത് ഓഫ്സെറ്റ് ചെയ്യാം. ഇനി ഈ ഇന്നർ വാളിൻ്റെ ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് 2 അടിയിലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. 2 അടിയിലേക്ക് നമുക്കിത് ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലാബ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി. ഇനി ഇത് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ TR എൻ്റർ. TR ആണ് ഷോർട്ട്കട്ട്, എൻ്റർ. ഇനി നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഈ ഭാഗം കളയാം. ഇപ്പം നമ്മൾ ആ കിച്ചൺ സ്ലാബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിൻ്റെ സ്റ്റൗ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ സ്റ്റൗ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് 2 അടി ഇപ്പുറത്തേക്ക് മാറിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 അടി ഇപ്പുറത്തേക്ക് മാറി നമുക്ക് ഒരു
ഓഫ്സെറ്റ് ചെയ്യുക, ഒന്ന് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക, ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക, 2 അടി ഈ ലൈൻ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻ നമുക്ക് 1.5 ഇഞ്ച് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയും. ഈ ലൈൻ 1.5 ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ കോർണർ പോയിന്റ്, ഫസ്റ്റ് കോർണർ പോയിന്റ് വരുന്നത് ഇവിടെ ആയിരിക്കും. കാരണം ഈ ഇന്നർ വാളിൻ്റെ അടുത്ത് മുട്ടി നിൽക്കരുത്, അപ്പോൾ ഈ ഭാഗത്തായിരിക്കണം. ഇനി അവിടെ നിന്ന് നമുക്കൊരു റെക്റ്റാങ്കിൾ വരക്കാം. റെക്റ്റാങ്കിൾ കമാൻഡ് യൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഫസ്റ്റ് കോർണർ പോയിൻ്റായി സെലക്ട് ചെയ്യുക. പിന്നെ ഇത് 27 യൂണിറ്റും 26 യൂണിറ്റും ഉള്ളതാണ് ഈ ഭാഗം. 27, -26, 27, -26. ഇതാണ് നമ്മളുടെ സ്റ്റവിൻ്റെ ഏരിയ ഡയമെൻഷൻ. ഇനി നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഈ ഒരു ലൈൻ, ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്ത് 2 ലൈനും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ലൈൻ ട്രിം ചെയ്ത് കളയാം, അകത്തുള്ള ടിയർ എൻ്റർ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമുക്കിപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഒറ്റ ഇതാണ്, പ്രൊഫൈലാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ, ഇൻഡിവിജ്വൽ ലൈൻസ് അല്ല. അത് നമുക്കിനി എക്സ്പ്ലോഡ് ചെയ്ത് ഇൻഡിവിജ്വൽ ലൈൻസ് ആക്കണം, ഒരു ലൈൻസ് ആക്കണം. അതിനുവേണ്ടി എക്സ്പ്ലോഡ് കമാൻഡ് ഉപയോഗിക്കുക. എക്സ്പ്ലോഡിൻ്റെ ഷോർട്ട് കട്ട് എക്സ് ആണ്. എക്സ് എൻ്റർ. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പം ഓരോ ലൈനായി തീർന്നത് എല്ലാം എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റവിൻ്റെ ബർണറുകൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്കിത് ഓഫ്സെറ്റ് ചെയ്യുന്ന 2.5 ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക, 2.5 ഇഞ്ച് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ 6 ഇഞ്ചിലേക്ക് സെലക്ട് ചെയ്യുക, ഓഫ്സെറ്റ് ചെയ്യുക. 6 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ ആ ലൈൻ തന്നെ 11 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ ഈ ലൈൻ നമുക്ക് 7.5 ഇഞ്ചിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം. 7.5 ഇഞ്ചിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈനും അതുപോലെ തന്നെ ഇങ്ങോട്ട് 7.5 ഓഫ്സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ബർണറിൻ്റെ പോയിന്റ്സ് കിട്ടി. ബർണർ എവിടേക്ക് വരണം എന്നുള്ളത് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് ബർണറുകൾ വരേണ്ടതിൻ്റെ. ഇനി ബർണറുകൾ വരക്കാം. നമുക്ക് ബർണറുകൾ വരക്കാനായിട്ട് നമ്മൾ ഈ സർക്കിൾ കമാൻഡ്, സർക്കിൾ എടുക്കുക. സർക്കിളിൽ സെൻറ്റർ റേഡിയസ് എടുക്കുക. ശേഷം 3.5 റേഡിയസുള്ള ബർണറാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് സെലക്ട് ചെയ്യുക, 3.5 എൻ്റർ. ഇനി നമുക്കിത് എല്ലാം കോപ്പി ചെയ്താൽ മതിയാവും ഇങ്ങോട്ട്. അപ്പോൾ ഈ കോപ്പി കമാൻഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ CO അല്ലെങ്കിൽ CP അടിച്ചാൽ മതിയാവും. ഷോർട്ട് കട്ടായിട്ട് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി എൻ്റർ ചെയ്യുക. ഇത് ബേസ് പോയിന്റ് ആയിട്ട് ഈ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലെല്ലാം നമുക്ക് കോപ്പി ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഈ ലൈനുകൾ ആവശ്യമില്ല. ഈ ലൈനുകൾ നമുക്ക് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ സ്റ്റൗവിൻ്റെ ഡിസ്റ്റൻസ് കിട്ടാനായിട്ടാണ്. ഇത് ഡിലീറ്റ് ചെയ്യുക.
ഇനി ഈ ഒരു ബർണർ മാത്രം നമുക്ക് കുറച്ചുകൂടി വലുതാക്കണം. അതിന് നമുക്ക് 4.5 റേഡിയസ് ഉള്ളതാക്കാനായിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രോപ്പർട്ടീസ് കിട്ടിക്കഴിഞ്ഞു. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഈ 3.5 റേഡിയസിനുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 4.5 ആക്കാം. എൻ്റർ ചെയ്യുക. ഇപ്പം 4.5 റേഡിയസിലുള്ള ഒരു ബർണറായി തീർന്നത്. ഇനി എസ്കേപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ സ്റ്റൗ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു റെഫ്രിജറേറ്റർ ക്രിയേറ്റ് ചെയ്യാം. റെഫ്രിജറേറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴെ വരണം. റെഫ്രിജറേറ്റർ എപ്പോഴും ഈ മതിലിൽ മുട്ടി വയ്ക്കരുത്. അപ്പോൾ ഇങ്ങോട്ട് താഴെ വയ്ക്കണം. അപ്പോൾ നമുക്ക് റെഫ്രിജറേറ്റർ റെക്റ്റാങ്കിളാണ് ഉപയോഗിക്കേണ്ടത്. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രാക്ക് ചെയ്ത് 2 ഇഞ്ച് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യുക. അവിടെ വെച്ച് തുടങ്ങാം. ഇനി അതിൻ്റെ നീളവും വീതി 32 നീളവും വീതി 32. അപ്പോൾ 32, -32ലേക്ക് ക്രിയേറ്റ് ചെയ്യാറ്. 32, -32 എൻ്റർ. അപ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു റെഫ്രിജറേറ്ററും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് നടുക്കായിട്ട് നമുക്ക് സിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലൈൻ നമുക്ക് 2 അടി ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. അതിൻ്റെ സിങ്കിൻ്റെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. 2 അടി 2 ഫീറ്റ് എൻ്റർ. ഈ ലൈൻ സെലക്ട് ചെയ്യുക. ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻ നമുക്ക് 2 അടി 9 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. 2 അടി 9 ഇഞ്ചിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻ നമുക്ക് 1.5 അടിയിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. 1.5 അടിയല്ല, 1.5 ഇഞ്ച്, 1.5 ഇഞ്ചിലേക്ക് നമുക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈനും 1.5 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇപ്പം ഈ സിങ്കിൻ്റെ ഔട്ടർ സെക്ഷനാണ് നമ്മൾ ഈ കിട്ടിയിരിക്കുന്നത്. അതിന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ടർ സെക്ഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഔട്ടർ സെക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് ട്രിം ചെയ്യുക. TR എൻ്റർ. ഇനി ഇത് ട്രിം ചെയ്താൽ മതിയാവും. ഇപ്പം നമ്മൾ അവിടെ ട്രിം ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഈ ഓഫ്സെറ്റ് ചെയ്ത ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇവിടെയുണ്ട്. ഈ ലൈനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അവിടെ നല്ല എല്ലാം ഡിലീറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് സിങ്കിൻ്റെ അടുത്ത ഭാഗങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഈ ലൈൻ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് 4 ഇഞ്ചിലേക്കാണ്. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഈ മുകളിലത്തെ ലൈൻ 4 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈനുകൾ നമുക്ക് 1.5 ഇഞ്ചിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് 3 ഭാഗത്തും 1.5 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻ തന്നെ നമുക്ക് 9 ഇഞ്ചിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. ആ ലൈൻ നമ്മളിപ്പോൾ ഓഫ്സെറ്റ് ചെയ്യുക 9 ഇഞ്ചിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുന്ന ലൈൻ 2 ഇഞ്ചിലേക്ക് പിന്നീട് ഓഫ്സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മളത് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ട്രിം ചെയ്താൽ മതിയാവും. ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ട്രിം കമാൻഡ് ഉപയോഗിക്കുക. ട്രിം ചെയ്യുക. TR എൻ്റർ. ഷോർട്ട്കട്ട് TR ആണ് നമുക്ക് ട്രിം ചെയ്യാറ്.
ഇവിടെ ഇങ്ങനെ ട്രിം ചെയ്യണം. ഇപ്പോൾ നമ്മളെല്ലാം ട്രിം ചെയ്ത് കഴിഞ്ഞു. എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇതെല്ലാം ഫില്ലറ്റ് ചെയ്യണം. ഈ അകത്തുള്ള ഈ റെക്റ്റാങ്കിൾ മോഡലുള്ള ഈ റെക്റ്റാങ്കിളും ഔട്ടർ റെക്റ്റാങ്കിളും നമുക്ക് ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ ഫില്ലറ്റ് ചെയ്യണം. അകത്തുള്ളത് നമുക്ക് 2 ഇഞ്ച് റേഡിയസാണ് ഫില്ലറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫില്ലറ്റ് കമാൻഡിന് F ആണ് ഷോർട്ട്. F എൻ്റർ, റേഡിയസിന് R എൻ്റർ. ഇനി എത്രയാണ് റേഡിയസ് നമ്മൾ വേണം. ഇതെല്ലാം 2 ഇഞ്ചിലാണ് നമുക്ക് ഫില്ലറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 എൻ്റർ. ഇനി നമുക്ക് എല്ലായിടത്തും ഒപ്പം ഫില്ലറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ കമാൻഡ് സെലക്ട് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ അല്ലെങ്കിൽ M എൻ്റർ. മൾട്ടിപ്പിളിൻ്റെ ഷോർട്ട് M എൻ്റർ ചെയ്താൽ മതി. ഇവിടെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം ഫില്ലറ്റ് ചെയ്യാം 2 ഇഞ്ച് വെച്ച്. ഇനി ഈ ഭാഗം ഇത് നമുക്ക് ഈ ഔട്ടർ സെക്ഷൻ നമുക്ക് ഫില്ലറ്റ് ചെയ്യേണ്ടത് 1.5 റേഡിയസ് 1.5 ഇഞ്ച് വെച്ചാണ്. 1.5 എൻ്റർ. 1.5 ഇഞ്ച് വെച്ച് മൾട്ടിപ്പിൾ ഫില്ലറ്റ് ചെയ്യുക. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക. എല്ലാം ഒന്നിച്ച് ഫില്ലറ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതും ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും നമ്മൾ ഫിക്സ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാത്റൂം ഫിക്സ്റ്റേഴ്സ് അതുപോലെ തന്നെ കിച്ചൺ ഫിക്സ്റ്റേഴ്സും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഈ 2ാം ഭാഗത്ത് ഇത്രയും കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത് വിൻഡോസ്, അതുപോലെ തന്നെ നമുക്ക് ലേയേഴ്സ് ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് ഓരോ ഐറ്റംസും ഓരോ ലേയേഴ്സിലാക്കി എടുക്കണം. അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ശരിയാക്കണം. അതിന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും കൊണ്ട് അല്ലെങ്കിൽ പരിമിതി മൂലമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ഭാഗം കൊണ്ട് നമുക്കിപ്പോൾ അടുത്ത ഭാഗത്ത് പാർട്ട് 3യിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ബ്ലോക്കും ഇൻസെർട്ടും ഒക്കെ പാർട്ട് 3യിൽ പഠിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.